IPL 18 സീസൺ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ മനസ്സിലായി എല്ലാ ടീമുകളും അവരുടെ നിലയിലേക്ക് മെച്ചപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിന്റെ സാന്നിധ്യം ഇല്ലാതെയാണ് വീണ്ടും ഒരു ടൂർണമെന്റിന് കൊടിയിറങ്ങുന്നത്. കേരള മണ്ണിൽ നിന്നും സ്വന്തമായ ഒരു ടീം എന്നത് ലോകമെമ്പാടുമുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് എന്ന് പറയാം. പക്ഷേ അത് എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഒരിക്കൽ മാത്രമേ IPL കേരള ടീമിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ അടുത്ത സീസണിൽ കൊച്ചിയോ തിരുവനന്തപുരമോ ആസ്ഥാനമാക്കി ഒരു IPL ടീം വരികയാണെങ്കിൽ ആരൊക്കെയാകും ടീമിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയാകും ഫ്രാഞ്ചൈസിൽ ഉണ്ടാവുക എന്നത് ഒന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും പറയുന്ന ഒരു പേര് സഞ്ജുവിന്റെ തന്നെയായിരിക്കും. കേരളത്തിൽ നിന്നും പുതുതായി ഒരു IPL ടീം വരികയാണെങ്കിൽ അതിനെ നയിക്കാൻ സഞ്ജു സാംസണെ അല്ലാതെ മറ്റാരെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ഇല്ല. ക്യാപ്റ്റൻ ആരെന്നൊരു ചോദ്യം പോലും നിലനിൽക്കുന്നില്ല. ക്യാപ്റ്റനെ ഓൾറെഡി മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് കേരള ടീമിനെ കുറിച്ച് മലയാളികൾ പറയുന്നത് പോലും എന്നറിയാം. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിലും കേരളത്തിൽ നിന്നും ഒരു ഫ്രാഞ്ചൈസി വന്നാൽ അദ്ദേഹം തീർച്ചയായും കൂടെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. റോയൽസിൽ നിന്നും മറ്റൊരു താരം കൂടി കേരള ടീമിലേക്ക് വരും. അതും യുവ അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ തന്നെയായി. സഞ്ജുവിനെ സ്വന്തം ചേട്ടനെ പോലെ കാണുന്നയാളാണ് അദ്ദേഹം എന്ന് നമുക്ക് പലപ്പോഴും പല വീഡിയോകളിലൂടെയും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്.